ഹലോ എവ്രി വൺ. സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് JRF സിലബസിനകത്തെ 6ാമത്തെ മൊഡ്യൂളാണ് ജോഗ്രഫി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 5 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി, ദെൻ രണ്ടാമത്തത് അഗ്രികൾച്ചറൽ ജോഗ്രഫി, ഇൻഡസ്ട്രിയൽ ജോഗ്രഫി, ട്രാൻസ്പോർട്ടേഷൻ ജോഗ്രഫി ആൻഡ് റീജിയണൽ ജോഗ്രഫി. ഈ 5 മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഈ 5 സെക്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള 4 സെക്ഷൻസ് ആണ് ഈ റിവിഷൻ വീഡിയോയുടെ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട തിയറീസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചറൽ ജോഗ്രഫിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മേഖലയിൽ നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് തിങ്കേഴ്സ്, തിയറി, ഇയർ ആൻഡ് കീ ടേം. ഇതൊക്കെ തന്നെ നമ്മൾ ഓർമ്മ വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം ഫെബർ, വോൺ തുണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ, അവരുടെ തിയറിയുടെ നെയിം, അതിൻ്റെ ഇയർ, ദെൻ ഏത് പുസ്തകത്തിലാണ് അത് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്, ദെൻ അതിനകത്ത് വരുന്ന ചില കീ ടേംസ് എന്ന് പറയുമ്പം എന്താണ് ഐസോഡെഫൈൻ എന്നുള്ളൊരു ടേം എന്താണ്, അങ്ങനെയുള്ള ചില ടേമുകളും കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഫോക്കസ് മോർ ഓൺ മോഡൽസ് ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മോഡൽസ് ആൻഡ് മെത്തേഡ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് MCQ ആണ് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, ദെൻ ഓരോ എക്സാമിനും ഒരു 6 to 8 ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഏറ്റവും കൂടുതലായിട്ടൊരു 6 to 8 ക്വസ്റ്റ്യൻസ് എല്ലാ നെറ്റ് എക്സാമിനും ഈ ഒരു അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയുടെ മേഖലകളിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മോഡൽസ് ആൻഡ് തിയറീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ജോഗ്രഫിയാണ്. അഗ്രികൾച്ചറൽ ജോഗ്രഫിയെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കീ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അഗ്രികൾച്ചറൽ ജോഗ്രഫിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ക്രോപ്പിംഗ് പാറ്റേൺ എന്നുള്ളതാണ്. അപ്പോൾ ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിനകത്ത് ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകളുടെ അളവിനെ, ഒരു പാറ്റേണിനെയാണ്, ഒരു രീതി, അതിൻ്റെ ഒരു ക്രമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഒരു വർഷം 50% ഈ ഒരു 2025 കൃഷി ചെയ്തിരിക്കുന്നത് 50% നെല്ലും, ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ കണക്കാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഈ ഒരു വർഷം 2025 ഒരു 50% നെല്ലും 30% തേങ്ങയും ഒരു 20%-ഓളം പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് കേരളത്തിൻ്റെ ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്രോപ്പ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സാധനങ്ങളുടെ ആ ഒരു ഡെൻസിറ്റിയാണ് നമ്മൾ ക്രോപ്പ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2025 പഞ്ചാബിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് വീറ്റാണ്, ഗോതമ്പാണ് എന്ന് പറയുമ്പം ഇതാണ്, ആ വീറ്റാണ് ക്രോപ്പ് കോൺസെൻട്രേഷനെ സൂചിപ്പിക്കുന്ന കാര്യം. ഓക്കെ, ഇനി അടുത്താണ് ലൊക്കേഷൻ കോഷൻ. ഈ ക്രോപ്പ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഇക്വേഷൻ മിക്കവാറും എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഏരിയ ഓഫ് എക്സ് ക്രോപ്പ് ഇൻ ദ എൻറ്റയർ റീജിയൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഓൾ ക്രോപ്സ് ഇൻ ദ എൻറ്റയർ റീജിയൻ ആണ് നമ്മൾ ഈ ലൊക്കേഷൻ കോഷന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് കണ്ടിരുന്നത് കൊണ്ടാണ് ഈ ടേബിളിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനടുത്തത് ക്രോപ്പ് കോമ്പിനേഷൻ ആണ്. ക്രോപ്പ് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം ഫീൽഡിനകത്ത് മൾട്ടിപ്പിൾ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് ക്രോപ്പ് കോമ്പിനേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്നു, അതിൻ്റെ വരമ്പത്ത് നമ്മൾ തെങ്ങ് വയ്ക്കും, അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുരുമുളകും കയറ്റി വിടും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോപ്പ് കോമ്പിനേഷൻ
എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ക്രോപ്പിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ് ചില ക്രോപ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു കൾട്ടിവേഷനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് പെർസെൻറ്റ് ഓഫ് സോൺ ഏരിയ അണ്ടർ എക്സ് ക്രോപ്സ് ഇൻറ്റു ക്രോപ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സ് ക്രോപ്സ് ആണ്. അപ്പം ഇവിടെ സോൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്ര സ്ഥലത്താണ് നമ്മൾ അതിന് വേണ്ടി അതിനെ പാകപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് സോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം നെറ്റ് സോൺ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 120 ഹെക്ടർ സ്ഥലമുണ്ട്. ആ 120 ഹെക്ടർ സ്ഥലത്ത് ഞാനിപ്പം ഒരു 100 ഹെക്ടർ സ്ഥലത്ത് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ നെല്ലിന് ആവശ്യമായിട്ടുള്ള വിത്ത് വിതച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ നെറ്റ് സോൺ ഏരിയ, ഈ 100 ഹെക്ടർ ആണ് നെറ്റ് സോൺ ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ദെൻ അടുത്തത് ക്രോപ്പ് കോമ്പിനേഷന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ക്രോപ്പ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു ഇക്വേഷനും ഇതെല്ലാം കൊണ്ടുവരുന്നത് വീവറാണ്. 1954 വീവർ ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് കോമ്പിനേഷൻ. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് √σd²/n. ഓക്കെ, പല ഇതിലും എക്സാമിനും ഇക്വേഷൻ സഹിതം ചോദിച്ചിട്ടുണ്ട്. σd²/n ആണ്, √σd²/n ആണ് വീവേഴ്സിൻ്റെ ക്രോപ്പ് കോമ്പിനേഷൻ മെത്തേഡിന് ഉപയോഗിക്കുന്ന ഫോർമുല. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്രോപ്സ് ഇൻ എ ഗിവൺ കോമ്പിനേഷൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ d കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ക്രോപ്പ് പെർസെൻറ്റേജും അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഇൻ എ തിയറട്ടിക്കൽ കർവുമാണ് ഈ ഒരു d എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്താണ് മാക്സിമം പോസിറ്റീവ് ഡീവിയേഷൻ മെത്തേഡ്. 1956 റൈഫുള്ളയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് വീവറിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് √(dp²) -dn² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നീട് ഇദ്ദേഹം ഇതിൻ്റെ റൂട്ട് എടുത്ത് കളയുകയും (dn²) ആയിട്ട് ഇത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം d = (dp²) -dn² എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് റൈഫുള്ള. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ അടുത്താണ് മാക്സിമം ഡീവിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മെത്തേഡ് എന്നാണ് വിളിക്കുക. ഡൂയി ആണ്. 1959 ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ (σd²) ആണ് ഇതിൻ്റെ ഒരു ഫോർമുലയായിട്ട് വരുന്നത്. ദെൻ വൺ ഷീറ്റ് ടേബിൾ ഉപയോഗിച്ചതും ഇദ്ദേഹമാണ്. ഓക്കെ, ദെൻ അടുത്തത് മാക്സിമം ഡിസ്റ്റൻസ് മെത്തേഡ് അയ്യറും അപ്ലിക്കേഷൻ ഓഫ് ലോറൻസ് കർവ് കൊപ്പോക്കുമാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു റിവിഷൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വർഷവും വ്യക്തിയെയും അതിൻ്റെ ഇക്വേഷനും മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്തത് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ മെത്തേഡാണ്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനിൽ ഗിബ്സൺ മാർട്ടിൻ 1962 ഗിബ്സൺ മാർട്ടിൻ ഡീവിയേഷൻ ഫ്രം സ്പെഷ്യലൈസേഷൻ ആണ് അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 1 - σx² /σx² ആണ് ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല. ദെൻ ബാട്ടിയാസ് ടെക്നിക്ക് 1965 ഈ ഒരു ഇത് വരുന്നത്. ഇവിടെ റേഞ്ച് ഓഫ് ബാലൻസ് ഓഫ് ക്രോപ്സ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് അപ്പോൾ ഇവിടെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല ടോട്ടൽ ക്രോപ്പ്ഡ് ഏരിയ അണ്ടർ എക്സ് ക്രോപ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സ് ക്രോപ്സ് ആണ് ഇവരെ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ സിങ്സിൻ്റെ ടെക്നിക്കാണ്. ജാസ്ബർ സിംഗിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഹാർവസ്റ്റഡ് ഏരിയ അണ്ടർ എൻ ക്രോപ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എൻ ക്രോപ്സ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിറ്റ്ലസിയുടെ അഗ്രികൾച്ചറൽ റീജിയൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ലോകത്തിൻ്റെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ട് അഗ്രികൾച്ചറിനെ അദ്ദേഹം പ്രധാനമായിട്ടും 13 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഓക്കെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 1932 ഈ വേർഷൻ വരുന്നു. ദെൻ 36 ഇതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്.
ദെൻ വിറ്റ്ലസ്യുമായി റിലേറ്റ് ചെയ്ത് ഈ ഒരു മേഖലയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യം, എന്താ കോംപേജ് എന്നുള്ളൊരു ടേം ആരാണ് കോയിൻ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. കോംപേജ്. അപ്പം ഈ കോംപേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊഹൻസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ഇപ്പം കൾച്ചറൽ, ഫിസിക്കൽ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും വളരെ നന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കൊഹസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റിനെയാണ് അദ്ദേഹം കോംപേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 13 ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ റീജിയൻസ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നൊമാഡിക് ഹേർഡിങ്ങിൻ്റെ, ലൈഫ് സ്റ്റോക്ക് റേഞ്ചിങ്, കൊമേഴ്ഷ്യൽ ഡയറി ഫാമിംഗ്, കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഗ്രൈൻ ഫാമിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ ഉണ്ട്, കൊമേഴ്ഷ്യൽ ഗാർഡനിങ് ഉണ്ട്, ദെൻ മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഓരോ രാജ്യത്തും അതിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ വിളിക്കുന്ന പേരുകൾ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ അടുത്തത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ടില്ലേജ് ഉണ്ട്. ദെൻ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ടില്ലേജ് വിത്തൗട്ട് പാഡി ഡൊമിനൻസ്. അപ്പോൾ വിത്ത് പാഡി ഡൊമിനൻസും ഉണ്ട്, വിത്തൗട്ട് പാഡി ഡൊമിനൻസും ഉണ്ട്. ദെൻ സബ്സിസ്റ്റൻസ് ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഉണ്ട്. ദെൻ റൊഡിമെൻ്ററി ടില്ലേജ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് 13 ക്ലാസിഫിക്കേഷനായിട്ട് വിറ്റ്ലസി കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകണം. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ദെൻ ഏറ്റവും അഗ്രികൾച്ചറൽ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ബോൺടുണൻ്റെ തിയറി ഓഫ് അഗ്രികൾച്ചറൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോൺടുണൻ തിയറി ഓഫ് അഗ്രികൾച്ചറൽ ലൊക്കേഷൻ. ബോൺടുണൻ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫാർമർ ആയിരുന്നു. ഓക്കെ, ഐസൊലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1826 ഈ ഒരു ലാൻഡ് യൂസ് പ്ലാനിങ്ങിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു അഗ്രികൾച്ചറൽ ലൊക്കേഷൻ തിയറി അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഡിസ്റ്റൻസിനനുസരിച്ച് അഗ്രികൾച്ചറിൻ്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസത്തെയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അസംഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോക്കണം. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇതിൻ്റെ സോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 6 സോണാണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ സോൺ 1 എന്ന് പറയുന്നത്, അതായത് ഒരു സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത്, ഓക്കെ ഇവിടെ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത്, ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത് സിറ്റി സെൻറ്ററാണ്. ഈ ഒരു ബ്ലാക്ക് സിറ്റി സെൻറ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന മേഖലയാണ് മാർക്കറ്റ് ഗാർഡനിങ് ഓർ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് സോൺ 1ലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ സോൺ 2 എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ ലുംബറിങ്, ഈ തടി പോലുള്ള വ്യവസായങ്ങൾ, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഈ സെക്കൻഡ് സോണിൽ അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നു. ദെൻ മൂന്നാമത്തെ സോൺ എന്ന് പറയുന്നത് ക്രോപ്പ് ഫാമിംഗ് വിത്തൗട്ട് ഫാലോ ആണ്. ഓക്കെ, അപ്പം തരിശുഭൂമികൾ ഒന്നും ഇടാതെ ഇൻറ്റൻസീവായിട്ട് കൾട്ടിവേഷൻ നടക്കുന്ന മേഖലയാണ് സോൺ 3 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സോൺ 4 എന്ന് പറയുന്നത് 7 ഇയർ ക്രോപ്പ് റൊട്ടേഷൻ നടക്കുന്ന സ്ഥലമാണ്. സോൺ 5 എന്ന് പറയുന്നത് ഒരു 3 ഫീൽഡ് സിസ്റ്റമാണ്. ഓക്കെ, 3 ഫീൽഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഫീൽഡിനെ, നമ്മുടെ കയ്യിലുള്ള ഫീൽഡിനെ ഒരു 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒരു ഫീൽഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൾട്ടിവേഷൻ നടത്തുന്നു. ഒരു ഫീൽഡ് ഈ പാസ്ചേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. ദെൻ അടുത്തൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഫാലോ ലാൻഡ് ആയിട്ട് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോൺ 5ൽ എന്താണ് 3 ഫീൽഡ് സിസ്റ്റമാണ്. 3 ഫീൽഡ് സിസ്റ്റത്തിനകത്താണ് ഈ ഇത്തരത്തിലെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു പോരുന്നത്. ദെൻ സോൺ 6 എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. ലൈഫ് സ്റ്റോക്ക് റേഞ്ചിങ് ആണ് പ്രധാനമായിട്ടും ഈ മേഖലകളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോൺടുണൻ തിയറി ഓഫ് അഗ്രികൾച്ചറൽ ലൊക്കേഷൻ. ഇതിൻ്റെ ഓരോ സോണുകളുടെയും പ്രത്യേകതകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു ഒരു ലാൻഡ് റെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടി, ഒരു ബിഡ് റെൻറ്റ് കേർവും കൂടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഡ് റെൻറ്റ് കേർവ് എന്ന് പറയുന്ന സമയത്ത് സിറ്റി സെൻറ്ററിൽ നിന്നും ദൂരത്തേക്ക് പോകും തോറും കോസ്റ്റ് ഓഫ് ലാൻഡ് ഡൗൺ ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ സിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ലാൻഡിന് വില കൂടുതലും സിറ്റിയിൽ നിന്നും ദൂരത്തേക്ക് പോകുന്തോറും ലാൻഡിന് വില കുറയുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ബിഡ് റെൻറ്റ് കേർവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ദെൻ അടുത്തത് ഇൻഡസ്ട്രിയൽ ജോഗ്രഫിയിലേക്ക് പോകുമ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അധികം ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു മേഖലയാണ്. പിന്നെ നമ്മുടെ ഒരു ജനറൽ നോളേജിന് വേണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ദെൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ലൊക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരുന്നൊരു മേഖലയാണ് ഈ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1909 ആൽഫ്രഡ് വെബറാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. തിയറി ഓഫ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തിയറി ഒരു ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോർമേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു. 1999 അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്ന് പറയുന്നത് ഒരു ഐസോട്രോഫിക് ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ടാവും. അവിടെ റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റിന് ഒരു ഫിക്സ്ഡ് ലൊക്കേഷൻസ് ഉണ്ടാവും. ആ ഒരു മാർക്കറ്റിനകത്ത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ശ്രദ്ധിക്കണം, അവിടെ ഒരേ ഒരു മാർക്കറ്റ് ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അവർ കൊണ്ടുപോകുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റിനെയും അതിൻ്റെ ഡിസ്റ്റൻസിനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിൽ മാത്രം അവൈലബിൾ ആയിരിക്കൂ എന്നുമാണ് ഈ ഒരു തിയറി പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി മെയിനായിട്ട് ഒരു ലീസ്റ്റ് കോസ്റ്റ് ലൊക്കേഷൻ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതായത് ഒരു വ്യക്തി ഒരു മാർക്കറ്റ് സ്ഥാപിതമാക്കുകയാണെങ്കിൽ അത് എപ്പോഴും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള, അതായത് കോസ്റ്റ് അധികം ഇല്ലാത്തതായ മേഖലയെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വെബറിൻ്റെ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ വലിയൊരു തിയറിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഇവിടെ ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റീജിയണൽ ഫാക്ടേഴ്സ് ഒന്ന്, രണ്ടാമത്തത് ഇൻട്രാ റീജിയണൽ ഫാക്ടേഴ്സ്. റീജിയണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം പ്രൈമറി കോസസ് ആണ് മെയിനായിട്ട് അതിനകത്ത് വരിക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡസ്ട്രി സ്ഥാപിതമാകുന്നതെങ്കിൽ അത് റീജിയണൽ ഫാക്ടേഴ്സിനകത്താണ് ഇൻക്ലൂഡ് ആവുന്നത്. ദെൻ ഇൻട്രാ റീജിയണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി കോസ് ആണ്. ഇവിടെ അഗ്ലോമറേറ്റീവ് അല്ലെങ്കിൽ ഡീഗ്ലോമറേറ്റീവ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോ മെറ്റീരിയൽസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് വെബർ. യുബീക്വിറ്റസ് ആൻഡ് യുണീക്വിറ്റസ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റാണ്. അതായത് യുബീക്വിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്ന വാട്ടർ, എയർ പോലുള്ള റിസോഴ്സസിനെയാണ്, മെറ്റീരിയൽസിനെയാണ് അദ്ദേഹം യുബീക്വിറ്റസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി യുണീക്വിറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് മെറ്റീരിയൽസാണ്, ഫിക്സ്ഡ് ആണത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്കിത് കാണാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു തിയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയും അതുപോലെ തന്നെ ലേബർ കോസ്റ്റിനെയും അഗ്ലോമറേഷൻ കോൺസെപ്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ തിയറിയും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഡിസ്റ്റൻസിനെയും അവർ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസിൻ്റെ വെയിറ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മെറ്റീരിയൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ഓക്കെ, മെറ്റീരിയൽ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ലോക്കലൈസ്ഡ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഫിനിഷ്ഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ലോക്കലൈസ്ഡ് റോ മെറ്റീരിയലും വെയിറ്റ് ഓഫ് ഫൈനൽ പ്രോഡക്ട്സിനെയും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ ഇൻഡെക്സ് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ അത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരിക്കും. ഈക്വൽ ടു 1 ആണെങ്കിൽ അതൊരു ഫുഡ് ലൂസ് ഇൻഡസ്ട്രി ആയിരിക്കും. ഫുഡ് ലൂസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ക്യാൻ ലൊക്കേറ്റ് എനിവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു മെറ്റീരിയൽ ആസ് വെൽ ആസ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കാം എന്നുള്ളതാണ് m=1 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വെയിറ്റ് ഗെയിനിങ് മെറ്റീരിയൽസ്, എന്താണ് വെയിറ്റ് ലോസിങ് മെറ്റീരിയൽസ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്
കൃത്യമായൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വെയിറ്റ് ഗെയിനിങ് മെറ്റീരിയൽസ് മാർക്കറ്റിന് സമീപത്തായിട്ടായിരിക്കും, ഓക്കെ, നിയർ മാർക്കറ്റ് ആയിരിക്കും അതിൻ്റെ ലൊക്കേഷൻ. വെയിറ്റ് ലോസിങ് മെറ്റീരിയൽസ് പ്രധാനമായിട്ടും റോ മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകണമെങ്കിൽ. അടുത്തതാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത്. ലേബർ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ മേഖല ഏതാണോ ആ മേഖലയ്ക്കകത്തായിരിക്കും ഇൻഡസ്ട്രീസ് വരാൻ സാധ്യത എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അഗ്ലോമറേഷൻ ആൻഡ് ഡീഗ്ലോമറേഷൻ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അഗ്ലോമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി എല്ലാം തന്നെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സസും ബാക്കി എല്ലാ സാധനങ്ങളും സംവിധാനങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഇപ്പം കഞ്ചിക്കോട് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ അഗ്ലോമറേഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡസ്ട്രീസും ഒരു സ്ഥലത്ത് ഫോക്കസ് ആവുന്നത് വഴി ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫണ്ട് ട്രാൻസ്ഫറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ ഒരു കോമൺ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അഗ്ലോമറേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഡീഗ്ലോമറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ദാറ്റ് മീൻ ഇത്തരത്തിൽ എല്ലാ ഇൻഡസ്ട്രീസും ഒരേ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഓവർ ക്രൗഡിങ്, പോപ്പുലേഷൻ, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് ഡീഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് വെബർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോ വ്യക്തിയും, അതായത് ഇൻഡസ്ട്രി സ്ഥാപിക്കുന്ന ഒരു വ്യക്തി മെയിനായിട്ടും ലീസ്റ്റ് കോസ്റ്റ് ലൊക്കേഷനാണ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്താണ് ഹൂവറിൻ്റെ തിയറി ഓഫ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. 1937 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷൂ ആൻഡ് ലെതർ ഇൻഡസ്ട്രിയിൽ ഈ ഒരു തിയറിയെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ് 1937 ഇറങ്ങിയ ലൊക്കേഷൻ തിയറി ആൻഡ് ദ ഷൂ ആൻഡ് ലെതർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പിന്നീട് വളരെ സിസ്റ്റമാറ്റിക്കലി ഈ ഒരു ലൊക്കേഷൻ തിയറിയെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നത് ദ ലൊക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. 1948 ഈ ഒരു പുസ്തകം ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രി ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് അവരുടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്തായിരിക്കും എന്നാണ് ഹൂവേഴ്സിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൂവേഴ്സിൻ്റെ തിയറി പറയുന്നത് ഒരു ഇൻഡസ്ട്രി സ്ഥാപിതമാകുന്നത് അവരുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഹൂവേഴ്സിൻ്റെ തിയറി പറയുന്നത്. അപ്പം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എല്ലാം ഓരോ ക്ലാസ് വീതം നമ്മൾ എടുക്കേണ്ട, ഓരോ മണിക്കൂർ വരുന്ന ഓരോ ക്ലാസ് വീതം എടുക്കേണ്ടതാണ്. വീണ്ടും പറയുന്നത് ഒരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത്. ദെൻ ഓഗസ്റ്റ് ലൂഷ്യൻ്റെ മാർക്കറ്റ് ഏരിയ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അപ്രോച്ച് ഉണ്ട്. 1954 ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത് ഒരു ഓൺട്രപ്രണർ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി സ്ഥാപിതമാക്കുന്നത് അദ്ദേഹത്തിന് മാക്സിമം പ്രോഫിറ്റ് എവിടെയാണോ കിട്ടുന്നത് ആ സ്ഥലത്തായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആത്മാവ്, ഈ ഒരു ഇമേജാണ് ഇതിൻ്റെ ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ TC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. TR എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടോട്ടൽ റവന്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ TCയുടെയും TRൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് വരുന്ന സ്ഥലത്ത് ഇൻഡസ്ട്രി സ്ഥാപിതമാക്കിയാൽ മാത്രമാണ് ആ ഒരു ഓൺട്രപ്രണറിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് കോസ്റ്റ് ആണ് ഫേംസ് ലൊക്കേറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ദെൻ അടുത്ത ബിഹേവിയർ ലൊക്കേഷൻ തിയറിയാണ്. ഓക്കെ, അപ്പം ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനും ലീസ്റ്റ് കോസ്റ്റും ഒക്കെ ഒരു എക്കണോമിക് ആസ്പെക്റ്റിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് അല്ലേ. മനുഷ്യൻ അവന് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളൊക്കെ സ്ഥാപിതമാക്കുന്നത് എന്നാണ് എല്ലാ തിയറികളും പറയുന്നത്. എന്നാൽ 1967 ഇറങ്ങിയ അലൻ ഫ്രെഡിൻ്റെ ബിഹേവിയറൽ ലൊക്കേഷൻ എന്ന് പറയുന്ന തിയറി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ
ഒരു എന്താ എക്കണോമിക്കായിട്ട് മാത്രമല്ല അവൻ തിങ്ക് ചെയ്യുന്നത്, അതിനപ്പുറമുള്ള കുറേ കാര്യങ്ങൾ കൂടി അവൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അവൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ അവൻ സ്ഥാപിതമാക്കുന്ന സമയത്ത് അവൻ്റെ ബിഹേവിയർ, പെർസെപ്ഷൻ, അവന് ഉള്ളതായ ഇൻഫർമേഷൻ, ഇതൊക്കെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹം ബൗണ്ടഡ് റേഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ബൗണ്ടഡ് റേഷണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ ജോഗ്രഫി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ജോഗ്രഫി എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം ഈ വളരെ വലിയൊരു മൊഡ്യൂളിനെ ഈ ഒരു ഹാഫ് ആൻ അവറിൽ ഒരു കുഞ്ഞു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളേജ് എനിക്ക് വേണം. രണ്ടാമത്തത് എനിക്ക് ടൈമും വേണം. ഓക്കെ, അപ്പം അവിടെ ഒരു ലിമിറ്റേഷൻ എനിക്ക് വന്നു. എനിക്ക് ടൈമില്ല എല്ലാം റെഫർ ചെയ്യാനുള്ള, ഇൻഡിവിജ്വലി ഓരോ ലൈനും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള, ഓരോ തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തരത്തിലുള്ള റെഫറൻസും ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ബൗണ്ടഡ് റേഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കേഴ്സ്, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോളേജിൻ്റെ ലിമിറ്റേഷൻ അവിടെ ഉണ്ടാവും, ടൈമിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. സോ ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലും ഇത്തരത്തിൽ ഒരു നോളേജിൻ്റെ ലിമിറ്റേഷനും ഉണ്ടാവും, ഒരു ടൈമിൻ്റെ ലിമിറ്റേഷനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദെൻ സാറ്റിസ്ഫൈങ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മെൻഷൻ ഉണ്ട്. കാരണം സാറ്റിസ്ഫൈങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഇന്ത്യയിലെ വളരെ ടോപ്പായിട്ടുള്ള ഒരു UGC നെറ്റ് JRF കോച്ചിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യണം എന്ന് നമുക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പരിമിതമാണ്. രണ്ടാമത്തത് എമൗണ്ട് നമുക്ക് പരിമിതമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതായ വളരെ എമൗണ്ട് കുറഞ്ഞിട്ടുള്ളതായ ഒരു ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യും. അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് അറിയാവുന്ന നോളേജിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിനാണ് നമ്മൾ ജോയിൻ ചെയ്തതെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഹേവിയറൽ അപ്രോച്ചിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് അറിയാവുന്ന ഒരു 5-10 സ്ഥലങ്ങൾ, ഓക്കെ, അതിന് ഈ 5-10 അപ്പുറം നല്ല സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ആ 5 to 10 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ദെൻ ഇൻഫർമേഷൻ ഫീൽഡാണ്. ഇൻഫർമേഷൻ ഫീൽഡ് ഞാൻ പറഞ്ഞു, ഒരു 10 സ്ഥലങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഒന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ലോകത്ത് ആ 10 സ്ഥലങ്ങളെക്കാൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും മിനിമം കോസ്റ്റുമുള്ള എത്രയോ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് ഉണ്ടാവും. ക്ലിയർ ആണോ? പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ദെൻ നമ്മുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം ചിലർക്ക് നന്നായിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ലൊക്കേഷൻ അവർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി അതല്ല, വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതായ ഒരു സ്ഥലത്തായിരിക്കും അവരുടെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുണ്ടാവുക. സോ ബിഹേവിയർ ലൊക്കേഷൻ തിയറിയിൽ അലൻ ഫ്രെഡ് പറയുന്നത് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനും കോസ്റ്റും മാത്രമല്ലാതെ മനുഷ്യന് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അവൻ്റെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ബിഹേവിയർ, അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ദെൻ ബൗണ്ടഡ് റേഷണാലിറ്റി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് ഏരിയ കോസ്റ്റ് കർവ് തിയറി. ഓക്കെ, DM സ്മിത്ത് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഓരോ ലൊക്കേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോട്ടൽ കോസ്റ്റ് ഉണ്ട് എന്നും ഈ കോസ്റ്റ് കർവ് ഏറ്റവും കുറയുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തായിരിക്കും ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യുക എന്നും പറയുന്ന ഒരു തിയറിയാണ് ഏരിയ കോസ്റ്റ് കർവ് തിയറി. DM സ്മിത്ത് സ്പേഷ്യൽ മാർജിൻസ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അതായത് മാക്സിമം പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആ സ്പേഷ്യൽ മാർജിൻസ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയുടെയും ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും തിയറീസാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്രയും തിയറീസാണ് ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മിനിമം കോസ്റ്റ്, ദെൻ അതുപോലെ തന്നെ അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇത് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടും മെറ്റീരിയൽ ഇൻഡെക്സ് ആൻഡ് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുമൊക്കെയാണ് ഇൻഡസ്ട്രീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് തന്നെയാണ് ഈ 5 തിയറീസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ലൊക്കേഷൻ തിയറിയുടെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം,
കൾട്ടിവേറ്റ് കോൺസെപ്റ്റ്സ് ലൊക്കേറ്റ് സക്സസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റുകൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ വിജയത്തെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ തിയറിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.